പ്രഗ്നൻസി സമയത്ത് ഒരുപാട് ഉപദേശങ്ങൾ കേൾക്കാറുണ്ട് അല്ലേ? ഇതിലേതാ ശരി, ഇതിലേതാ തെറ്റ് എന്ന് പലപ്പോഴും സംശയം തോന്നാറുമുണ്ട്. അടുത്ത 60 സെക്കൻഡിൽ ഇതിന്റെ സത്യാവസ്ഥയെപ്പറ്റി നമുക്കൊന്ന് നോക്കിയാലോ? OPയിൽ വരുന്ന 80% ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഡോക്ടറെ, പ്രഗ്നന്റ് ആയാൽ അമ്മയ്ക്കും കുട്ടിക്കും വേണ്ടി രണ്ടാൾക്കുള്ള ഭക്ഷണം കഴിക്കണ്ടേ എന്ന്. ഇത് തെറ്റായൊരു ധാരണയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, അതായത് ഒരു ബാലൻസ്ഡ് ഡയറ്റ്. അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്യാസിന് ബുദ്ധിമുട്ട്, ഭാരം കൂടുക, പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ്, കുട്ടിക്ക് തൂക്കം കൂടുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരട്ടി അളവിലല്ല, ഇരട്ടി ഗുണമുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്. അടുത്തൊരു സംശയമാണ്, കുങ്കുമപ്പൂ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല നിറം വെക്കുക എന്നുള്ളത്. നിറം വെക്കുക എന്നുള്ളത് പ്യുവർലി ജെനറ്റിക്സ് ആണ്. നല്ല ചൂടുള്ള പാലിൽ കുങ്കുമപ്പൂ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ വയറിനൊരു സുഖവും സമാധാനവും കിട്ടും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അടുത്തൊരു സംശയമാണ്, ഡോക്ടറെ, പ്രഗ്നൻസി സമയത്ത് കാപ്പി കുടിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, അത് ശരിയാണോ എന്നുള്ളത്. കാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? കെഫീൻ ആണ്. ഈ കെഫീൻ ഉള്ളത് ചായ, ചോക്ലേറ്റ്സ്, കോള, പെപ്സി, ഇങ്ങനെ എല്ലാത്തിലും കെഫീൻ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ കെഫീൻ കണ്ടന്റ് പ്രഗ്നൻസിയിൽ കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് വെച്ചിട്ട് കാപ്പി കുടിക്കാൻ പാടില്ല എന്നൊന്നുമില്ല. ഒരു ദിവസം 1 കപ്പ് കോഫി അത് കുടിക്കുന്നതിൽ തെറ്റില്ല. അടുത്തതൊരു രസകരമായ സംശയമാണ്, അതായത് മധുരം ഇഷ്ടമാണെങ്കിൽ പെൺകുഞ്ഞ്, സ്പൈസി ഫുഡ് ഇഷ്ടമാണെങ്കിൽ ആൺകുഞ്ഞ്. ഈ ടേസ്റ്റിലുള്ള വ്യത്യാസമൊക്കെ പ്യുവർലി ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്, അല്ലാതെ ഇതിന് ജെൻഡറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്ത സംശയമാണ്, സ്റ്റെപ്പ് കയറാൻ പാടുണ്ടോ എന്നുള്ളത്. സ്റ്റെപ്പ് കയറുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. കെയർഫുള്ളായി വഴുതി വീഴാതെ കയറുക. പ്രത്യേകിച്ച് ഏർലി പ്രഗ്നൻസിയിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ അവസാന മാസങ്ങളിൽ നമ്മുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ വ്യത്യാസം വരുന്നതുകൊണ്ട് ചിലപ്പോൾ കയറുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കെയർഫുള്ളായിട്ട് മാത്രം കയറി ഇറങ്ങുക. പിന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം സ്റ്റെപ്പ് കയറുന്നതിനെ പറ്റി ഡിസൈഡ് ചെയ്യുക. പിന്നെ ചോദിച്ചു ഉറപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഡോക്ടറെ, പപ്പായ കഴിക്കാൻ പറ്റുമോ, പൈനാപ്പിൾ കഴിക്കാൻ പറ്റുമോ എന്നൊക്കെ. പഴുത്ത പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇതിൽ വിറ്റമിൻസ്, ഫൈബർ കണ്ടന്റ് ഇതൊക്കെ ധാരാളം ഉള്ളതാണ്. ആകെ ശ്രദ്ധിക്കേണ്ടത് പച്ച പപ്പായ, അതിൽ ലാറ്റക്സ് കണ്ടന്റ് കൂടുതലായിട്ടുണ്ട്. അത് ചിലപ്പോൾ ചില പഠനങ്ങൾ പറയുന്നുണ്ട് അബോർഷൻസ് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന്. അതുകൊണ്ട് പച്ച പപ്പായ ഒഴിവാക്കുക. അല്ലാതെയുള്ള എല്ലാ ഫ്രൂട്ട്സുകളും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇതൊക്കെ പ്രഗ്നൻസിയുടെ സമയത്തുള്ള സംശയങ്ങളാണ്. ഇതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള പോസ്റ്റ്മോർട്ടം പീരീഡുകളിലും നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുപാട് തെറ്റായ രീതികൾ കാണാറുണ്ട്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്നൊന്ന് കമന്റ് ചെയ്തേക്ക്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.